ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് മേക്കിംഗ് ആണ്. വെറും 2 ആപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നെയിം സ്ലിപ്പ് മേക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കിയിട്ടുള്ളത് പിക്സാർട്ട് ആണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എഡിറ്റ് എ ഫോട്ടോ ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു വൈറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മളത് ക്രോപ്പ് ചെയ്ത് നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു സൈസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് 3x2 എന്ന് പറയുന്ന സൈസാണ്. ഇനി നമ്മൾ നെയിം സ്ലിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നെയിം, ഡിവിഷൻ, റോൾ നമ്പർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിക്കർ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ, കാർട്ടൂൺസോ അല്ലാതെയോ എല്ലാ സ്റ്റിക്കറും ഇതിൽ അവൈലബിൾ. ഈ വീഡിയോയിൽ സ്റ്റിക്കർ ആഡ് ചെയ്യുന്നതില്ല, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളൊരു സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് പോകേണ്ടത് ക്യാൻവ ആപ്പിലാണ്. ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ A3 ഡോക്യുമെൻ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. A3 ഡോക്യുമെൻ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 18 നെയിം സ്ലിപ്പെങ്കിലും അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഗാലറി ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഫോർമാറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേജ് ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മളിത് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഒരുപാട് സ്റ്റൈലുള്ള ഔട്ട്ലൈൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡോട്ട് ആയിട്ടുള്ള ആ ഒരു ഔട്ട്ലൈനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കറക്റ്റ് റോയിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് പരിപാടി. ഫൈനലി നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫ്രെയിം, ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇനി ഈ നെയിം സ്ലിപ്പിൻ്റെ ഓരോ സൈഡിലാക്കി നമ്മളിത് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന ഫ്രെയിം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മളൊന്ന് കോപ്പി ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്റ്റിക്കേഴ്സിലേക്ക് അത് വന്നോളും. അങ്ങനെ അത് ഫുള്ള് ഫില്ലാവും. ഇതുപോലെയാണ് കോപ്പി ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ഗാലറി ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോസും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ പരിപാടി.